സിംഗിൾ ഫ്ലാഷ് ഉപയോഗിച്ചെടുക്കുന്ന ചിത്രങ്ങൾ ബ്യൂട്ടിഫുൾ ആണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടിരുന്നു. എന്നാൽ രണ്ടാമതൊരു ഫ്ലാഷ് എങ്ങനെ എഫക്റ്റീവായി ആഡ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് അരുൺ ജോസഫ്. ഞാനൊരു ഫാഷൻ ആൻഡ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫറാണ്. കഴിഞ്ഞ 12 വർഷത്തിലധികമായി ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്നു. നമ്മൾ ഫ്ലാഷ് ഫോട്ടോഗ്രാഫിയിൽ രണ്ടാമതായ ഒരു ഫ്ലാഷ് ആഡ് ചെയ്യുമ്പോൾ അതിനൊരു ഹെയർ ലൈറ്റ് ആയിട്ടോ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇവിടെ അതിനൊരു ഫിൽ ലൈറ്റ് ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ നമ്മൾ സെക്കൻഡ് ഫ്ലാഷിനെ യൂസ് ചെയ്യുമ്പോൾ ആ ഫ്ലാഷിന്റെ പൊസിഷൻ, അതുപോലെ ആ ഫ്ലാഷിന്റെ പവർ, അതുപോലെ അതിന് ഉപയോഗിക്കേണ്ട മോഡിഫയർ. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിന് ഉപയോഗിക്കുന്ന പവർ അല്ല നമ്മൾക്കൊരു ഫിൽ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ വേണ്ടത്. അതുപോലെ തന്നെ ഒരു ഹെയർ ഓർ കിക്കർ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴും അതിന്റെ പവർ എൻറ്റയർ ഡിഫറെന്റ് ആയി. ആ ലൈറ്റിന്റെ പൊസിഷനിങ്ങും വളരെ ക്രൂഷ്യലാണ്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മോഡിഫയറുകളും വളരെ ക്രൂഷ്യലാണ്. ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ലാതെ നമ്മൾ സെക്കൻഡ് ഫ്ലാഷ് നമ്മളുടെ ഫോട്ടോഷൂട്ടിലോട്ട് കൊണ്ടുവന്നാൽ മിക്കവാറും അത് നമ്മളെ ഫോട്ടോഷൂട്ട് മോശമാവും. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലാഷിനെ ഒരു ഫിൽ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് നമ്മുടെ സബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ ഒരു സിംഗിൾ ലൈറ്റ് വെച്ച് ആദ്യം ലൈറ്റ് അപ്പ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗൊഡോക്സിന്റെ SK400 എന്ന് പറഞ്ഞ ഫ്ലാഷും ഗൊഡോക്സിന്റെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള മോഡിഫയറുമാണ്. ഫ്ലാഷിന് ഒരു 4 o'clock പൊസിഷനിലാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 45 ഡിഗ്രി ആംഗിളിലുള്ള ഒരു സ്ലോപ്പിലാണ് ഇതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. നമ്മളിനി കാണാൻ പോകുന്നത് നമ്മളെ ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കുന്ന ക്യാമറയുടെ LCD ഡിസ്പ്ലേയുടെ ലൈവ് പ്രിവ്യൂ ആണ്. ഏഞ്ചലിന്റെ ഒരു കാലിലോട്ടൊന്ന് വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യാവും, ഏതെങ്കിലും ഒരു കാലിലോട്ട് ലൈറ്റായിട്ട് ടിപ്സേലൊന്ന് കൈ കൊടുക്കുക, കുറച്ചും കൂടെ കയറ്റി. ഓക്കെ, ഒരു കൈ വെച്ചിട്ട് ഹെയർ ഒന്ന് കറക്റ്റ് ചെയ്യാം, ജസ്റ്റ് ആ ലൈറ്റിലോട്ടൊന്ന്. ഇവിടെ നമുക്ക് വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത്. ആ ഇമേജിന്റെ എക്സ്പോഷർ കറക്റ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ബട്ട് ഇവിടുത്തെ പ്രോബ്ലം നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ കൂടുതൽ ഷാഡോസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഏഞ്ചൽ ഒരു ഓണം തീംഡ് ലുക്കിലാണ്. സോ ഇറ്റ്സ് വെരി ക്ലിയർ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ലൈറ്റ് ആൻഡ് എയറി ലുക്കാണ്. അതായത് കൂടുതൽ ഷാഡോസ് ഇല്ലാത്ത വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. പക്ഷെ നമ്മൾ ഉപയോഗിച്ച സിംഗിൾ ആയിട്ട് നമുക്ക് കൂടുതൽ ഷാഡോസ് ഒന്നും, കാരണം ആ ഒരു മോഡിഫയർ വളരെ ചെറുതാണ്. ഇവിടെയാണ് നമ്മൾക്ക് സെക്കൻഡ് ഫ്ലാഷ് ഫിൽ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് മനസ്സിലാക്കാൻ സാധിക്കും. ഫിൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഷാഡോസ് ഫിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈറ്റാണ്. അതിന്റെ പേരിൽ തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പരമാവധി വലിയ ഒരു മോഡിഫയർ ആണ്. 8 o'clock പൊസിഷനിൽ ഒന്ന് പ്ലേസ് ചെയ്യുവാണ്. നമ്മുടെ മെയിൻ ലൈറ്റ് ഗ്രൂപ്പ് എയിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. 1/4 ആണ് അതിന്റെ പവർ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫിൽ ലൈറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലാഷ് ഞാൻ 1/8 പവർ സെറ്റ് ചെയ്യുവാണ്. ഇതൊരു ട്രയൽ ആൻഡ് എറർ സിറ്റുവേഷൻ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഈ ഫോട്ടോ കണ്ടാൽ നമ്മൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും, നമ്മളുടെ നേരത്തെ കണ്ട ഫോട്ടോയിലുള്ള ഷാഡോസ് എല്ലാം വളരെ നല്ല ഭംഗിയായിട്ട് ഫില്ലായി പോയിട്ടുണ്ട്. നമ്മൾക്ക് നമ്മളെ മെയിൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കാം, ഈ ഫിൽ ലൈറ്റ് എലോൺ ഒറ്റയ്ക്ക് എന്താണ് നമ്മളെ ഫോട്ടോയിൽ വരുത്തുന്ന വ്യത്യാസം. ഡെഫിനറ്റ് ആയിട്ട് നമ്മൾക്ക് മനസ്സിലാകും ആ ഒരു ഷാഡോ സൈഡിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഫില്ല് നമുക്ക് ഈ ഒരു ലൈറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം. ഇനി വീണ്ടും ഇമേജിൽ നമ്മൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും ഏഞ്ചലിന്റെ ഫേസിലുണ്ടായിരുന്ന ആ ഷാഡോസിന് എങ്ങനെയാണ് നമ്മൾ ഫില്ലായിട്ട് ഫില്ല് ചെയ്ത് വിട്ടത്. നമുക്ക് ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് വെച്ചിട്ട് ഏഞ്ചലിനെ കുറച്ച് നല്ല ഫോട്ടോസ്. ഇനി ഏഞ്ചലിന്റെ 2 കൈ കൊണ്ട് ഏഞ്ചലിന്റെ ഹെയർ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് ആ ലൈറ്റിനെ തന്നെ ഫേസ് ചെയ്ത്. ഓക്കെ, ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഈ കൈ ഇങ്ങനെ ഒന്ന് താഴെ റെഡി വെച്ച് ഇനി ലൈറ്റിനെ ഫേസ് ചെയ്ത് വിട്ടാം. നമ്മൾ ഈ ലുക്കിന് വേണ്ടി നമ്മളെ ഫില്ലൈറ്റ് കുറച്ച് പവർഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്തത്. ഒരുപക്ഷെ എല്ലാ ഫോട്ടോസ് എടുക്കാനോ അല്ലെങ്കിൽ എല്ലാ ലുക്സ് അച്ചീവ് ചെയ്യാനായിട്ട് ഫില്ലൈറ്റിന് ഇത്രയും പവർ വേണ്ടി വരില്ല. ആ ഒരു സെനാരിയും കൂടി ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഫില്ലൈറ്റിന് നിലവിലുള്ള പവർ നമ്മളൊന്ന് പകുതിയായിട്ട് കുറക്കാൻ പോവുകയാണ്. നിലവിലെ ഫില്ലൈറ്റിന്റെ പവർ 1/8 ആയിരുന്നു, നമ്മളതിനെ 1/16 ആയിട്ട് സെറ്റ് ചെയ്യുവാണ്. ഈ ഫോട്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫില്ല് വളരെ കുറവാണ്. കുറച്ചും കൂടി ഇവിടെ ഷാഡോസ് ജനറേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഈ ചാനലിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്യാമറയുടെ ലൈവായിട്ടുള്ള ഔട്ട്പുട്ടാണ്. എസ്പെഷ്യലി മലയാളത്തിൽ നിങ്ങൾ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമായിരിക്കും എഡിറ്റ് ചെയ്യാതെ ഫോട്ടോസ് കാണിക്കുന്ന ഒരു ചാനൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മേക്കപ്പിന്റെ കുറച്ച് പോരായ്മകളോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയുടെ ഫിനിഷിങ്ങിലെ കുറച്ച് പോരായ്മകളോ നിങ്ങൾക്ക് തോന്നിയെന്ന് വരാം. ഒരു ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ക്യാമറയിലൂടെ എന്ത് കാണും എന്നുള്ളത് നേരിൽ കാണാനായിരിക്കും കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു സെറ്റപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുത്തിരുന്നു. നമ്മളെ ഒരു ഷൂട്ടിന്റെ ഉടനീളം നമ്മളെ ക്യാമറയുടെ LCD ഈ ഒരു റെക്കോർഡർ വെച്ച്
റെക്കോർഡ് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലാഷിനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പോവാണ്. ഞാനിവിടെ ഒരു ബെയർ ഗോഡോക്സ് AD200നെ ഗോഡോക്സിന്റെ S2 ബ്രാക്കറ്റിൽ ഒന്ന് മൗണ്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ സബ്ജക്റ്റ് ആവുന്ന ഏഞ്ചലിന്റെ നേരെ ബാക്ക് സൈഡിൽ ഒന്ന് വെക്കുവാണ്. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലാഷ് ഉപയോഗിക്കുമ്പോൾ വളരെ കീ ആയിട്ടുള്ള എലമെന്റ് ആണ് നമ്മൾ ലൈറ്റിന്റെ പൊസിഷനിങ്, അതുപോലെ ലൈറ്റിന്റെ ആംഗിൾ. നമ്മൾ ലൈറ്റിന്റെ ആംഗിൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ലൈറ്റിന്റെ പൊസിഷൻ ഒരു കാരണവശാലും നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് നമ്മളെ മോഡൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫ്രെയിമിൽ കാണാൻ പാടില്ല. നമ്മളിവിടെ നമ്മുടെ വലിയ സോഫ്റ്റ് ബോക്സ് ആണ് മെയിൻ ലൈറ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ വെച്ചിരുന്ന പോലെ തന്നെ ഒരു 8 o'clock ആംഗിളിലാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ് ബോക്സിനെ സെറ്റ് ചെയ്യുന്നത്. ഒരു ക്വാർട്ടർ പവർ, അതായത് 1/4 പവർ ആണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾക്കൊരു ഫോട്ടോ എടുത്തു നോക്കാം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് നമ്മളെ സബ്ജക്റ്റിനെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലെൻഡായി പോവാതെ ഒരു കിക്ക് കൊടുത്തായിട്ട് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളൊരു ബെയർ ഫ്ലാഷാണ് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്തത്. നമ്മൾ ആ ഒരു ബെയർ ഫ്ലാഷിന് ഒരു ഷേപ്പ് കൊടുക്കാനായിട്ട്, ആ ഒരു ലൈറ്റിന് ഒരു ഷേപ്പ് കൊടുക്കാനായിട്ട് വളരെ ചീപ്പായിട്ടുള്ള ഈ ചെറിയ മോഡിഫയർ ഞാനൊന്ന് ഉപയോഗിക്കാൻ പോവുകയാണ്. ഈ ഫോട്ടോയിൽ നമ്മൾക്ക് ആ ഒരു ഗ്രേഡിയന്റ് എഫക്റ്റ് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഏഞ്ചലിന്റെ ബാക്കിൽ ചെറിയൊരു സർക്കുലർ ഷേപ്പിലാണ് ആ ഒരു ലൈറ്റിന്റെ എഫക്റ്റ് വന്നിരിക്കുന്നത്. അതിന് കാരണം നമ്മൾ ഉപയോഗിച്ച ആ ഒരു മോഡിഫയർ ആണ്. നമ്മൾ ഗോഡോക്സ് AD200 ഫ്ലാഷ് അതിന്റെ പേഴ്സണൽ ഹെഡ് ഉപയോഗിച്ചാണ് ആദ്യം ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആക്കിയത്. അതുകൊണ്ടാണ് അതിന് ബാക്കിൽ വന്ന ആ ഒരു ലൈറ്റിന്റെ പാറ്റേൺ ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ആകൃതിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചത് ഒരു സർക്കുലർ ആംഗിളുള്ള മോഡിഫയർ ആണ്. ആ മോഡിഫയർ ഈ ലൈറ്റിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഒരു സർക്കുലർ പാറ്റേൺ ഉണ്ടാക്കി. ആ സർക്കുലർ പാറ്റേൺ ആണ് നമ്മൾക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സർക്കുലർ റേഡിയന്റ് ആയിട്ട് കാണാൻ സാധിച്ചത്. സോ ഷേപ്പിംഗ് ദ ലൈറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി. അതിന് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ആയാലും ഫോട്ടോഗ്രാഫി പഠിക്കുന്നവരായാലും നിങ്ങൾ കൊടുക്കുന്ന ലൈറ്റിന് നിങ്ങൾക്ക് ഒരു ഷേപ്പ് കൊടുക്കാൻ സാധിച്ചാൽ അവിടെയാണ് നിങ്ങൾ ഡിഫറൻസ് കാണാൻ പോകുന്നത്. പുതിയ ക്യാമറ വാങ്ങിയാലോ പുതിയ ലെൻസ് വാങ്ങിയാലോ നിങ്ങൾക്ക് ഒരു പക്ഷേ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പല റിസൾട്ടുകളും നിങ്ങളുടെ ലൈറ്റിന് ഷേപ്പ് കൊടുത്താൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്ഡേറ്റഡ് ആയിട്ട് പുതിയ വരുന്ന ക്യാമറകളുടെയും ലെൻസുകളുടെയും അതുപോലെ ഗാഡ്ജറ്റ്സിന്റെയും പുറകെ ഓടുന്ന സമയത്ത് ചിന്തിക്കുക, ഇവനാണ് കിങ്, ലൈറ്റ് ആണ് കിങ്. ഫോട്ടോഗ്രാഫി ഈസ് ദ ആർട്ട് ഓഫ് ക്യാപ്ചറിംഗ് ദ ലൈറ്റ്. പ്രകാശത്തെ രേഖപ്പെടുത്തുന്ന ഒരു കലയാണ് ഫോട്ടോഗ്രാഫി. ഈ കലാരൂപം പഠിക്കുക എന്നതാണ് നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും എക്സ്പെൻസീവായ ക്യാമറയും ഗിയറുകളും വാങ്ങിക്കൂട്ടുക എന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വലിയ വലിയ മോഡൽസിന്റെയും അതുപോലെ സിനിമാ താരങ്ങളുടെയൊക്കെ ഫോട്ടോഷൂട്ടുകൾ നിത്യേന ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലും കാണുന്ന ആൾക്കാരാണ്. ഒരു സിനിമാറ്റിക് ലൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലൈറ്റിംഗിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കിക്കർ ലൈറ്റ് അല്ലെങ്കിൽ ഹെയർ ലൈറ്റ്. നമ്മളിവിടെ നമ്മുടെ സെക്കൻഡ് ഫ്ലാഷിനെ ഒരു കിക്കർ കം ഹെയർ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. കിക്കർ കം ഹെയർ ലൈറ്റ് അല്ലെങ്കിൽ കിക്കർ ലൈറ്റിന്റെ ഹെയർ ലൈറ്റിന്റെ ഒരു കോമ്പിനേഷൻ എന്നിവിടെ ഞാൻ പറഞ്ഞതിന് കൃത്യമായ റീസൺ ഉണ്ട്. ഞാനത് വ്യക്തമായി തരാം. കാരണം നമ്മൾ ഈ പർപ്പസിനായിട്ട് ഈ ഒരു ഫോട്ടോഷൂട്ടിൽ ഉപയോഗിക്കാൻ പോകുന്നത് ഗോഡോക്സിന്റെ 5x1, അതായത് 5 അടി ഉയരവും 1 അടി വീതിയുമുള്ള സ്ട്രിപ്പ് ബോക്സ് എന്നറിയപ്പെടുന്ന സോഫ്റ്റ് ബോക്സ് ആണ്. ഇതിന് സ്ട്രിപ്പ് ബോക്സ് എന്ന് വിളിക്കാൻ കാരണം ഇതിന്റെ ഷേപ്പിലെ വ്യത്യാസമാണ്. സാധാരണ സോഫ്റ്റ് ബോക്സുകൾക്ക് വീതിയും നീളവും തമ്മിലുള്ള റേഷ്യോ ഒരു സ്ട്രിപ്പ് ബോക്സിന്റെ വീതിയും നീളം തമ്മിലുള്ള റേഷ്യോനായിട്ട് വളരെ അന്തരത്തിലായിരിക്കും. നമ്മൾ ഈ സ്ട്രിപ്പ് ബോക്സ് ഏഞ്ചലിന്റെ ബാക്കിൽ ഒരു 2 o'clock പൊസിഷനിൽ പ്ലേസ് ചെയ്യാൻ പോവുക. മോഡലിന് പോസ് ചെയ്യാനുള്ള ആപ്റ്റായിട്ടുള്ള ഒരു ഗ്യാപ്പ് നമ്മളിവിടെ വിട്ടിട്ടുണ്ട്. ഇതിനുശേഷം ഇതിന്റെ ഹൈറ്റ് മാക്സിമം ഒന്ന് കൂട്ടാൻ പോവുകയാണ്. ഹെയറേലും അതുപോലെ തന്നെ ഏഞ്ചലിന്റെ ബാക്കേലും ഒന്ന് കിക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഈ ലൈറ്റിന്റെ പൊസിഷൻ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ഒരു കിക്കർ കം ഹെയർ ലൈറ്റ് നമ്മളെ ഫോട്ടോയിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്തു. ഇവിടെ നമ്മളെ മെയിൻ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ്, കിക്കർ ലൈറ്റ് മാത്രം ഓൺ ആണ്. ഇത്രയും ഒരു വ്യത്യാസമാണ് നമ്മളെ കിക്കർ ലൈറ്റ് ഇവിടെ കൊടുക്കുന്നത്. ഏഞ്ചലിന്റെ ഹെയറിൽ ചെറുതായിട്ടൊന്ന് കിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏഞ്ചലിന്റെ ബോഡിനെ ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇതൊന്ന് സഹായിക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മളെ മെയിൻ ലൈറ്റും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഫോട്ടോയിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾക്ക് മനസ്സിലാവും കിക്കർ ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു പേര് ഇതിന് എന്തുകൊണ്ട് ഇട്ടുകൊടുത്തു എന്നുള്ളത്. ഇത് നമ്മളുടെ സബ്ജക്റ്റിനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്ന് കിക്ക് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നു. സബ്ജക്റ്റ് ഹെയറിലും നമ്മൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ലൈറ്റ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ലൈറ്റിംഗ് സെറ്റപ്പിൽ നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസ് എടുത്ത് നോക്കിയാലോ. നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഇതൊരു റിലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിമിലർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി പ്രേമികളിലോട്ട് ഇത് എത്തിക്കാനായിട്ട് മറക്കരുത്. ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ഇവിടെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണും നമ്മൾ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു ടോപ്പിക്കുമായി.